ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നിപ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസ് ആയിരുന്നു. ആരൊക്കെ ക്രിസ്തുമസ് ആഘോഷിച്ചു? ഇന്നിവിടെ കുഞ്ഞാണിയൊക്കെ കുറച്ച് ബീഫ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലിതാ മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇട്ടത് അടുപ്പത്ത് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വിറകെടുക്കാൻ വേണ്ടി വിറക് വരയിൽ പോയപ്പോഴാണ് വിറക് വരയിൽ നിറച്ച് ചെതൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വെക്കണോടത്തൊന്നും ഒരു സമാധാനമില്ല കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തോട്ടത്തിൽ നിന്ന് വിറക് വെട്ടി മുറിച്ച് കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് അട്ടി വെച്ചിട്ട് അതിൽ ചെതൽ കയറി എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് വെച്ചുണ്ടാക്കട്ടെ. ഇതാ ഞാനിത് തിപ്പല്ലി എന്താ ഇപ്പോൾ തക്കോലം തിപ്പല്ലി അല്ല കേട്ടോ, തക്കോലം, കറുകാപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ ചതച്ച് ഇറച്ചിയിലേ. എന്നാൽ പിന്നെ നമുക്ക് വേറെ ഗരം മസാല ഇടണ്ട കേട്ടോ. ഞാൻ ആ കാണിച്ചത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചതും ഒക്കെ ഇറച്ചി ഒരു പകുതി തിളച്ചതിന് ശേഷം കേട്ടോ ഞാനിതൊക്കെ ഇട്ട് കൊടുത്തത്. ഇറച്ചി അടുപ്പത്ത് വെക്കുമ്പോഴേ നമ്മളിതൊന്നും ഇടരുത് കേട്ടോ. ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മളെ ഇറച്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മസാലപ്പൊടി ഇട്ടത് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, മുളക് പൊടിയാണ് ഇട്ടിട്ടത്. ഇനി ഇതാ ചെറിയ ചൊറിയുള്ളി നല്ലതുപോലെ അരിഞ്ഞ് നല്ല പച്ച വെളിച്ചെണ്ണയിൽ നല്ലോണം തൂമിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ ബീഫ് കറി നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കാര്യമായിട്ട് കടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ചെറിയ പഴയൊന്നും ഉണ്ടായിരുന്നത്. അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നേരത്തെ തന്നെ 1 മണിയാകുമ്പോഴത്തേനും ഒരു പ്രാവശ്യം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ വിറകൊക്കെ പൊളിച്ചാക്കി വെച്ചാലൊരു സമാധാനമാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇറച്ചിക്കറി ഉണ്ടാക്കി വേഗം കുറച്ച് ചോറ് കഴിച്ചിട്ട് വേണം നമുക്ക് വിറക് അട്ടി വെക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മുരിങ്ങ താളിച്ചിരുന്നു. ചോറിന് ഇറച്ചിക്കറി മുരിങ്ങ താളിപ്പും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാന്താരി പഴുത്തത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്രിസ്മസിന് ഇതൊക്കെയാണ് കേട്ടോ സ്പെഷ്യൽ. അപ്പോൾ ഇതാണ് ചമ്മന്തി. നല്ല പഴുത്ത കാന്താരി മുളകും ചെറിയുള്ളിയും വെളിച്ചെണ്ണയിലും ഇങ്ങോട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പപ്പടം ഇത് കൂട്ടി ചോറ് കഴിച്ചിട്ട് ഇതാണ് വിറകട്ടി കേട്ടോ. കണ്ടോ, നിറച്ച് ചെതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1.5 പണിയുണ്ട് മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാൻ കുഞ്ഞാണിയാക്കി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇന്ന് റെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നേരെ ഇങ്ങോട്ട് വിറക് വരേക്ക് വന്നാണ് ക്രിസ്മസിൻ്റെ അന്ന് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ ഇതാണ് വീഡിയോ. ഈ സംഭവങ്ങൾ വൃത്തിയാക്കുക ഞങ്ങൾ രണ്ടാളും.